ഹേ ഗായ്സ്, ആൽബിനാണ്. യെസ്, നമ്മൾ മദ്രാസ് മൂവി കണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. മദ്രാസി ഒരു AR മുരുകദാസ് പടമാണ്. അനിരുദ്ധ് മ്യൂസിക്കലാണ് അഭിനയിച്ചിട്ടുള്ളത്. SK ശിവകാർത്തികേയൻ, രുക്മണി വസന്ത്, കണ്ണമ്പായി, നമ്മുടെ കൊത്തയുടെ കണ്ണമ്പായി പുള്ളിക്കാരൻ, പിന്നെ നമ്മുടെ വിദ്യുത്. പടം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു റൊമാൻറ്റിക് ട്രാക്ക് പിടിച്ച് സിമ്പിളായിട്ട് പോകുന്നൊരു പടം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കത്തിക്കയറുന്നതായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ ഫീൽ ആയിട്ടുള്ളത്. പടത്തിലെ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, ശിവകാർത്തികേയൻ്റെ ചെറുപ്പകാലത്ത് തന്നെ പുള്ളിക്കാരൻ്റെ ഫാമിലി മൊത്തം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകും. അപ്പം ആ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് പുള്ളിക്കാരൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവർ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ച് പറയുന്നൊരു സമയത്ത് ആൾക്ക് ആ ഒരു മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ഒരു ട്രോമയിലാണ് ഫുൾ ആൾ ലൈഫ് ലോങ് പിന്നീട് ജീവിക്കുന്നത്. അപ്പോൾ ആളൊരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ആൾക്ക് ഇങ്ങനെ പിന്നീട് ആ ട്രോമയ്ക്ക് ശേഷം പിന്നീട് ആൾക്ക് ഇങ്ങനെ ഓരോ സിറ്റുവേഷനും, അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്നത് ആ ട്രോമ ഒന്ന് കണക്റ്റായിട്ട് ആൾക്ക് ശിവകാർത്തികേയൻ്റെ ആരെയിലാണെന്ന് വിചാരിച്ച് അവരെ സ്വന്തം ആൾക്കാരായിട്ട് കണ്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ് ശിവകാർത്തികേയൻ്റെ. ഒരു രക്ഷകൻ പരിപാടി തന്നെയാണ്, പക്ഷെ എന്നാലും അത് ഒരു ലോജിക്കലി കറക്റ്റ് ചെയ്ത് മുരുകദാസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ചില സമയത്ത് കുറച്ച് ഡൗൺ ആയിരുന്നു, പക്ഷെ എന്നാലും വിദ്യുത്തിൻ്റെ ഇൻട്രോ സീൻസ്, വിദ്യുത്തിൻ്റെ സീൻസ്, ഫൈറ്റ് സീൻസ്, പിന്നെ മറ്റേ കണ്ണമ്മായുടെ സീൻസ്, SKയുടെ BGM മറ്റേ മദ്രാസി എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ട്. അത് മാത്രമല്ലാണ്ട് ചില സമയത്തൊക്കെ കുറച്ച് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നി, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വർക്ക്. പിന്നെ എനിക്ക് പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതിലത്തെ ഒരു തങ്കപ്പൂവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് അടിപൊളി പാട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പാട്ടാണ്. പടം ഇറങ്ങാൻ മുന്നേ ആ പാട്ട് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടാണ്. പിന്നെ മുരുകദാസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തുപ്പാക്കിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു സിമ്പിൾ പരിപാടിയായിട്ടാണ് തോന്നുള്ളൂ. പക്ഷെ പുള്ളിക്കാരൻ്റെ മുന്നത്തെ പടങ്ങൾ, അതായത് സിക്കന്ദർ അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു മച്ച് ബെറ്റർ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ പ്രൊമോഷൻ സമയത്ത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ടായിരുന്നു OG മുരുകദാസ് കംബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീലായിട്ടില്ല. അത് ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഫീലായിട്ടില്ല. ഒരു ഡീസൻറ്റ് കൊമേഴ്ഷ്യൽ പരിപാടി, മുരുകദാസിൻ്റെ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ട്രക്കിൻ്റെ ഒരു ഇടിച്ച് പോകുന്ന ഒരു സീനുണ്ട്. അത് അടിപൊളി സീനായിട്ടുണ്ട്. വിദ്യുത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ കത്തിച്ചു. ഫസ്റ്റ് ഇൻട്രോ പുള്ളിക്കാരൻ്റെ ഒരു സിമ്പിൾ ഒരു സാങ് പരിപാടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഒരു സെക്കൻഡ് ഇൻട്രോ ഉണ്ട് മോനെ, അത് സെക്കൻഡ് ഹാഫിലാണ്. അത് പുള്ളിക്കാരൻ സ്വാഗോട് കൂടി കത്തിച്ചു എന്ന് തന്നെ പറയാം. രക്ഷ അടിപൊളിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് BGMസും ഫൈറ്റ് സീൻസും ആളുടെ ഒരു സ്വാഗ് ഉണ്ട് ഫൈറ്റ് ചെയ്യുമ്പോഴുള്ളവരും, അതൊക്കെ അടിപൊളിയായിരുന്നു. അതെനിക്ക് ഭയങ്കര പടത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീൻ അതാണ്. അത് അടിപൊളി സീനായിട്ടുണ്ട്. പിന്നെ അതുപോലെ കണ്ണമ്മയുടെ സീൻസും നൈസായിട്ട് നടന്നുണ്ട്. പുള്ളിക്കാരൻ്റെ അതായത് ഒരു NIA ഒരു ബിൽഡിങ് അറ്റാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സമയത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആളുടെ ഒരു വരവും പരിപാടിയൊക്കെ അതും അടിപൊളിയുണ്ട്. എനിക്ക് മൊത്തത്തിൽ ശിവകാർത്തികേയനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഈ കണ്ണമ്മായിക്കും വിദ്യുത്തിനും കൊടുത്ത പോലെ എനിക്ക് തോന്നി. ശിവകാർത്തികേയന് ആ ഒരു ക്യാരക്ടറൈസേഷനാണ് കൂടുതൽ കൊടുത്തോണെന്ന് തോന്നുന്നു. അതായത് ഹീറോ പരിപാടി കൊടുക്കാണ്ട് ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം കൊണ്ടുപോയിട്ട് അടിപൊളിയാക്കി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് റൊമാൻസ് അങ്ങനെ സിമ്പിൾ പരിപാടി പിടിച്ചിട്ട് ഇൻ്റർവെൽ പഞ്ചോടുകൂടി നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക. അത് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ വിദ്യുത്തിൻ്റെ ഒരു അടിപൊളി എൻട്രി ഉണ്ട്. പിന്നെ നമ്മുടെ ശിവകാർത്തികേയൻ്റെ ഒരു ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ആക്കിയിട്ടൊരു സാധനം പിടിച്ചിട്ടുണ്ട്, അതും അടിപൊളിയുണ്ട്. അങ്ങനെ പോയിട്ട് നല്ലൊരു ഇമ്പാക്റ്റോടുകൂടി ക്ലൈമാക്സ് എൻഡ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം ഒരു ഓവർ ഹൈപ്പിലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പോയി കാണുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡീസൻറ്റ് കൊമേഴ്ഷ്യൽ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നിങ്ങൾ പടം കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.